എലമെന്റൽ മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫണ്ടമെന്റൽസ് അറിയാണ്ട് നമുക്ക് പ്രൈസ് ആക്ഷനിലേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഫണ്ടമെന്റൽ സീരീസിൽ നമ്മൾ മൊത്തം എങ്ങനെയാണ് സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനീസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പോൾ അതിനു മുമ്പെല്ലാം നമ്മളിവിടെ ഒരു സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അത് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന, അതായത് നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 3 പടങ്ങൾ, അതായത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഹോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്റ്റോറി പറയാൻ പോകുന്നത്. പക്ഷെ ഇതൊരു എന്താ പറയുക, ഒരു ഫിക്ഷൻ വെയിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഡീകോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഒരു പണ്ടൊരു കാലത്ത് ഒരു സമയത്ത് ഒരു വലിയൊരു കടൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുക, പണ്ട് ഒരു വലിയൊരു കടൽ ഉണ്ടായിരുന്നു. ഈ കടലിന്റെ ഓണറാണ് ഇവിടെ കാണുന്ന ഈ ഒരു വ്യക്തി. അതായത് കടലിന്റെ ഓണറാണ്. കടലിന്റെ എല്ലാ കാര്യങ്ങളും, കടലിൽ ജീവിക്കുന്ന എല്ലാ സസ്യങ്ങളും, അതേപോലെ തന്നെ എന്താ പറയാ, മത്സ്യങ്ങളെ നോക്കി നടത്തുന്ന കടലിന്റെ ഓണറാണ് ഇത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ആളെ കടലമ്മ എന്ന് വിളിക്കാം. നമ്മൾ എന്താ പറയാ, ഫിക്ഷൻ സ്റ്റോറീസിലൊക്കെ കേട്ടേക്കുന്നത് പോലെ ഈ കടലിന്റെ ഓണറിനെ നമ്മൾ കടലമ്മ എന്ന് വിളിച്ചു. കടലമ്മ എന്താണ് ചെയ്യുന്നത്, കടലിലെ എല്ലാ മീനിനെയും അതേപോലെ തന്നെ സസ്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് കടലമ്മയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ കടലമ്മക്ക് എല്ലാ കൊല്ലം അല്ലെങ്കിൽ എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും ഒരു പുതിയ സൃഷ്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ മീനെ ഉണ്ടാക്കണം എന്ന് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ കടലമ്മ എന്ത് ചെയ്യും, ഇതിനെല്ലാത്തിനെയും നോക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ 5 കൊല്ലം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഓരോ കൊല്ലം കൂടുമ്പോഴും ഒരു പുതിയ ടൈപ്പ് ഓഫ് ഫിഷിനെ ഉണ്ടാക്കണം എന്ന് കടലമ്മക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ ഈ ഒരു കൊല്ലം വന്നപ്പോ, അതായത് ഈ ഒരു സമയം വന്നപ്പോ കടലമ്മക്ക് ഒരു പുതിയ മീനെ ഉണ്ടാക്കണം. ഈ മീൻ ഇങ്ങനെ ഇരിക്കണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ മീനിന്റെ ഐഡിയ എല്ലാം കടലമ്മയുടെ അടുത്തുണ്ട്. അപ്പോ കടലമ്മ കടൽ ആകെ മൊത്തം നോക്കി, ഈ മീനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ അതിന് വളരാനുള്ള സ്ഥലം ഈ കടലിലുണ്ടോന്ന് നോക്കി. അപ്പൊ കടലമ്മ നോക്കിയപ്പോ കടലിൽ നിറച്ചും മീനായിരുന്നു. അതായത് കടലിൽ നിറച്ചും മൊത്തം ഫിഷ് ആയിരുന്നു. അതായത് കടലിൽ നിറഞ്ഞിരിക്കുകയാണ്. പുതിയൊരു സൃഷ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു സ്പീസീസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് ത്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, കടലമ്മ എല്ലാ ദിവസവും രാവിലെ ഇവിടെ കുറച്ച് ബോട്ടുകാർ വരായിരുന്നു. അതെ, ഇവിടെ ബോട്ടുകാര് മീൻ പിടിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോ ഈ മീൻ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കടലമ്മ എന്ത് ചെയ്യില്ല, ഈ കടലിലെ മീനൊന്നും ഈ ബോട്ടുകാർക്ക് കൊടുക്കില്ല. ഈ ബോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബോട്ടിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IPO ബോട്ട് എന്നാണ്. ഓക്കെ, അപ്പോ ഈ ബോട്ടുകാർ വരുമ്പോൾ കടലമ്മ മീനൊന്നും കൊടുക്കാറില്ല. പക്ഷെ ഈ ഒരു പദ്ധതി കടലമ്മയുടെ അടുത്തുള്ളത് കൊണ്ട് കടലമ്മ എന്ത് ചെയ്തു, കടലിന്റെ ഇത്തിരി പെർസെന്റേജ്, അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ കടലിന്റെ ഒരു 5% അല്ലെങ്കിൽ ഒരു 10% കടലിന്റെ ഒരു മീന്, ഒരു സ്പെസിഫിക് മീനെ എടുത്ത് IPO കാർക്ക് കൊടുത്തു. അതായത് ഇവിടത്തെ 5% എന്ത് പറ്റി, IPO കാരുടെ എത്തി. അപ്പോ സാധാരണ നടക്കാത്ത കാരണമാണ് ഇവിടെ എന്ത് പറ്റി, IPO കാര് ഹാപ്പിയായി. കാരണം ഇവിടെ മീൻ കിട്ടാണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഇത്രയും നാളും വന്നിട്ട് കിട്ടായിക്കാണ്. അതായത് ഒരു കടലിന്റെ മൊത്തം മീനിനെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇവര് ഹാപ്പിയായി. ഓക്കെ, ഇവരെന്ത് ചെയ്തു, ഈ 5% കടലിന്റെ 5% കൊണ്ടുപോയിട്ട് 2 മാർക്കറ്റിൽ കൊടുത്തു. അതായത് ആദ്യത്തെ മാർക്കറ്റ് N മാർക്കറ്റ് എന്നും പറയുന്നു, രണ്ടാമത്തെ മാർക്കറ്റിനെ നമ്മൾ B മാർക്കറ്റ് എന്നും പറയുന്നു. അപ്പോൾ ഇത് ഒരു സ്റ്റോറി. അതായത് കടലമ്മ ഉണ്ടായിരുന്നു, അത് കടലമ്മയൊക്കെ ഒരു പുതിയ മീനെ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ കടൽ മൊത്തം നോക്കിയപ്പോൾ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് കടലമ്മ എന്ത് ചെയ്തു, അതിന്റെ 5% IPO കാർക്ക് കൊടുത്തു. ആ 5% എന്ത് ചെയ്തു, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു 60% വേണമെങ്കിൽ എന്ത് ചെയ്തു, ഈ 5% 60% N മാർക്കറ്റിലും ബാക്കി 40% എന്ത് ചെയ്തു, B മാർക്കറ്റിലും കൊണ്ടുവന്നിട്ടു. നിങ്ങൾ ഇപ്പൊ കേട്ട സ്റ്റോറി ഒരു സൈഡിൽ നടക്കുന്ന കഥയാണ്. ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നതിന് അതിന്റെ തന്നെ അപ്പുറത്തെ സൈഡിൽ നടക്കുന്ന കഥയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട N മാർക്കറ്റ് ഉണ്ട്. ഇവിടെ N മാർക്കറ്റ് ആവാം അല്ലെങ്കിൽ B മാർക്കറ്റ് ആവാം. നമ്മൾ ഇവിടെ ഈ ഒരു കേസാണ്, N മാർക്കറ്റിന്റെ കേസാണ്. അതായത് നമ്മുടെ മീൻ ഇവിടെ എത്തിയല്ലോ, അതായത് മീനുകൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇത് സെല്ല് ചെയ്യണം. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരാളുണ്ട്, ഒരു വ്യക്തിയുണ്ട്. അപ്പോ ഈ വ്യക്തിക്ക് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ A എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. A. ഓക്കെ, A എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോ എന്താ പറയാ, ഒരു സ്ഥലത്ത് ജോലിക്ക് പോവാണ്, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു നാട്ടിലെ ജോലിക്ക് പോവാണ്. പക്ഷെ ഈ പുള്ളിക്ക് ഒരു ദുശീലമുണ്ട്. പുള്ളിക്കാരന് ചോറ് കഴിക്കുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ എന്താണ് വേണ്ടത്, മീൻ വേണം. പക്ഷെ അവിടെ എന്താണ്, മീൻ ഇത്തിരി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക.
അപ്പോ പുള്ളിക്കാരൻ അറിയാം ഈ എൻ മാർക്കറ്റിൽ, അതായത് ഈ എൻ മാർക്കറ്റിനെ കുറിച്ച് പുള്ളിക്കാരൻ കേട്ടിട്ടുണ്ട്, കൊളീഗ്സിന്റെ അടുത്ത് നിന്ന് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഈ എൻ മാർക്കറ്റിനെ കുറിച്ച് പുള്ളിക്കാരൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഈ എൻ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഈ സ്ഥലത്ത് എന്തുണ്ട്, ഫിഷ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഈ എൻ മാർക്കറ്റ് ഭയങ്കര വലുതായത് കൊണ്ട് പുള്ളിക്കാരന് ഇഷ്ടമുള്ള ഫിഷ് എവിടെ കിട്ടുന്നു പുള്ളിക്കാരൻ അറിഞ്ഞുകൂടാ. അതായത് പുള്ളിക്കാരന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പൊ ലെറ്റ്സ് നമുക്ക് എന്താ പറയാ, അയിലയാണ് പുള്ളിക്കാരന് ഇഷ്ടമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, അതാണ് പുള്ളിക്കാരന് ഇഷ്ടമുള്ള ഫിഷ് എന്ന് വിചാരിക്കുക. അപ്പോ ഈ ഒരു ഇഷ്ടമുള്ള ഫിഷ് എൻ മാർക്കറ്റിൽ കിട്ടുമെന്ന് അറിയാം, പക്ഷെ അത് എവിടെയാണ് ഉള്ളതെന്ന് എ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ സാധാരണക്കാർ എന്താ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, ആ എൻ മാർക്കറ്റിന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരാളോട് ചോദിക്കും, ചേട്ടാ എനിക്ക് ഇഷ്ടമുള്ള മീൻ ഇതാണ്, അത് എവിടെയാ കിട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോ ഈ എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു, B1 പറയുന്ന ഒരാളുടെ അടുത്ത് വന്ന് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഇന്നത് മീൻ വേണം, എനിക്ക് എൻ മാർക്കിൽ അതൊന്ന് കാണിച്ചു തരൂ. സാധാരണ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, നേരെ അവിടെയാണ്, അല്ലെങ്കിൽ നേരെ പോയിട്ട് റൈറ്റ് എടുക്കുക ലെഫ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ B1 എന്ന് പറയുന്ന ഒരാള് എന്തായിരുന്നു, ഒരു ബിസിനസ്മാൻ ആയിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ എനിക്ക് ഇത്തിരി പെർസെൻറ്റേജ്, അല്ലെങ്കിൽ നീ മേടിക്കുന്നതിന്റെ ഇത്തിരി പെർസെൻറ്റേജ് എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എക്ക് എന്താണെങ്കിലും അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, B1 കൊടുക്കാം, പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോ എന്ത് പറ്റി, B1 A1 കൂടെ എൻ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറി. ഓക്കെ, ഇപ്പുറത്തെ സൈഡിലോ ബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഓക്കെ, ബി എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ഇവിടെ നമ്മുടെ എക്ക് വേണ്ട, അതായത് എ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ഫിഷ് വിൽക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോ സിമ്പിൾ പറയുകയാണെങ്കിൽ എക്ക് അയിലയാണ് വേണ്ടതെങ്കിൽ ബി എന്താ ചെയ്തത്, അയിലയാണ് ഇവിടെ വിറ്റോണ്ടിരുന്നത്, അല്ലെങ്കിൽ അയിലയുടെ ഒരു സെല്ലറാണ് ബി എന്ന് പറയുന്ന വ്യക്തി. അതായത് ഓൾറെഡി ഈ എൻ മാർക്കറ്റിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോ ബി എന്ന് പറയുന്ന വ്യക്തി, ഈ ബി എന്ന് പറയുന്ന വ്യക്തി എന്താ പറയാ, പുള്ളിക്കാരൻ ഒരു കച്ചവടക്കാരനായിരുന്നു. പുള്ളിക്കാരൻ എന്താ പറയാ, കച്ചവടമൊക്കെ കുറഞ്ഞതുകൊണ്ട് ചുറ്റിനുള്ള എൻ മാർക്കിന് ചുറ്റിനുള്ള ആൾക്കാരോടൊക്കെ പറയായിരുന്നു, ചേട്ടാ എന്താ പറയാ, കച്ചവടം കുറവാണ്, അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ നമ്മുടെ മീൻ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഇങ്ങാട് വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുടെ അടുത്ത് പറയുകയാണ് ഇവിടെ. ഓക്കെ, B2 എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ബി പറയാണ്, ചേട്ടാ കച്ചവടമൊക്കെ കുറവാണ്, ആരെങ്കിലും നമ്മുടെ മീൻ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഈ കടയിലേക്ക് വിടുക, ചേട്ടൻ എന്താന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ B2 ഉത്സാഹത്തോടെ എന്ത് ചെയ്യും, ഇവിടെ ആരെങ്കിലും അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ മാർക്കറ്റ് ഈ ഒരു സ്പെസിഫിക് മീൻ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബിയുടെ കടയിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ ഇവിടെ ഓൾറെഡി എൻ മാർക്കറ്റിന്റെ അകത്ത് തന്നെയുള്ളവരാണ് അല്ലെ, എൻ മാർക്കറ്റിന്റെ അകത്താണ്. അപ്പോ ഈ B1 B2 എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികളും ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറയാ കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ഓൾറെഡി അറിയാവുന്ന വ്യക്തികളാണ്. എന്തായിരിക്കും ഇവിടെ നടക്കുന്നത്, ഇവിടെ ഓൾറെഡി ഇവിടെയുള്ള ഫിഷ്, ഓക്കെ, ഇവിടെ ഉള്ള പൈസ എന്ത് പറ്റും, ഇവിടെയുള്ള ഫിഷ് നമ്മുടെ എയുടെ അടുത്ത് എത്തും, ഇവിടെയുള്ള പൈസ എന്ത് പറ്റും, നമ്മുടെ ബിയുടെ അടുത്ത് എത്തും. അപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, നമുക്ക് B1 എന്ന് പറയുന്ന വ്യക്തി ഹാപ്പിയായി, കാരണം ഇവിടെ എന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടി. അതേപോലെ തന്നെ B2 എന്ന് പറയുന്ന വ്യക്തി ഹാപ്പിയായി, എന്ത് കിട്ടി, ബിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ എ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് കിട്ടി, ഫിഷ് ഇവിടെ എത്തി. ഓക്കെ, അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് പറ്റി, ഇവിടെ പൈസയും എത്തി. അപ്പോ ഇവിടെ എല്ലാവരും ഹാപ്പിയായി. ഇത് തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഒരു കഥ കേട്ടു, ഇത് ഒരു ഫിക്ഷൻ സ്റ്റോറി പോലെയാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഇത് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ സ്റ്റോറി മൊത്തം കേട്ട് കഴിഞ്ഞു. അപ്പോ ഇവിടെ ഈ ഒരു സംഭവം നമ്മൾ കടൽ എന്ന് ആദ്യമേ പറഞ്ഞായിരുന്നില്ലേ, ഈ കടലാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഓരോ കമ്പനികളും. ഓക്കെ, ഓരോ കമ്പനികളും നമുക്കറിയാവുന്ന റിലയൻസ് ആവട്ടെ, ടാറ്റ മോട്ടോഴ്സ് ആവട്ടെ, അങ്ങനത്തെ എല്ലാ കമ്പനികളും നമ്മൾ വിചാരിക്കേണ്ടത് അതൊരു കടലാണ്. ഓക്കെ, അപ്പൊ ഈ കടൽ എന്താ പറയാ, നമുക്ക് അറിയാവുന്ന എല്ലാ കമ്പനികളാവുമ്പോൾ അതിന്റെ ഓണേഴ്സ് ആയിരിക്കും എന്ത് വരുന്നത്, ഈ വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കടലമ്മ എന്ന് പറയുന്ന വ്യക്തികൾ എന്തായിരിക്കും, ഈ കമ്പനികളുടെ ഓണർ ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, റിലയൻസിന്റെ കമ്പനി എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ റിലയൻസിന്റെ ഓണറാ മുകേഷ് അംബാനിയാണ് നമുക്ക് റിലയൻസിന്റെ ഓണർ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഈ മുകേഷ് അംബാനിയാണ് റിലയൻസ് എന്ന് പറയുന്ന കടലിന്റെ കടലമ്മ. അപ്പൊ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും, അതേപോലെ തന്നെ എല്ലാ എന്താ പറയാ ഒപ്പിടുന്നതും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സംഭവം ചെയ്യുന്നത് മുകേഷ് അംബാനിയാണ്. അപ്പോ ഇങ്ങനെ ഇരിക്കെ ഇപ്പോൾ ലെറ്റ്സ് സേ മുകേഷ് അംബാനിയുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന്. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ജിയോയുടെ പ്ലാൻ എന്താ പറയാ ആ ഒരു സമയത്ത് മുകേഷ് അംബാനിക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം.
അപ്പൊ ഇതാണ് ഈ ഒരു പുതിയ ഒരു സംഭവം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മുകേഷ് അംബാനിക്ക് ഉണ്ടായിരുന്നു. ഇതായിക്കോട്ടെ നമ്മുടെ ജിയോ. ഓക്കെ, ജിയോ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ജിയോയുടെ സിം നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മുകേഷ് അംബാനിയുടെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ മുകേഷ് അംബാനി നോക്കുമ്പോൾ മുകേഷ് അംബാനിക്ക് എന്താണ്, ഈ ഒരു റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു കടല് മാത്രമേ മുകേഷ് അംബാനിയുടെ ഉള്ളൂ. മുകേഷ് അംബാനിക്കാണെങ്കിലോ അതിൽ നിന്ന് ഒരു ലോൺ എടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു കടൽ മാത്രം നിന്ന് എന്ത് ചെയ്യുക, ജിയോ ഉണ്ടാക്കാനായിരുന്നു മുകേഷ് അംബാനിയുടെ ആഗ്രഹം. പക്ഷെ അതിന് നിന്ന് ഒരു എന്താ പറയാ, ജിയോക്ക് വേണ്ടി ഒരു ലോൺ എടുക്കാൻ മുകേഷ് അംബാനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ കമ്പനീനെ അതിന്റെ 5% നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോ ഈ 5% എന്ത് ചെയ്തു, ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ടു. നമ്മൾ ഈ ഒരു 5% എന്ന് പറയുമ്പോൾ ഏകദേശം റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 12 ലക്ഷം കോടിയുടെ അടുത്തുണ്ട്. അതിന്റെ 5% നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, ഈ 5%നെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കാൻ വേണ്ടി IPO എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ടു. അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഏത് കമ്പനി ആയിക്കോട്ടെ അത് പബ്ലിക്ലി ലിസ്റ്റഡ്, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും പോലത്തെ ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടി അത് ലിസ്റ്റഡ് ആകാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് IPO. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ഇത് ഈ ഒരു 5%നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് എത്തിച്ചു. അതായത് അത് N മാർക്കറ്റിലും B മാർക്കറ്റിലും എത്തിച്ചു എന്നാണ് നമ്മൾ സംസാരിച്ചത്. അതായത് ഈ 5% കമ്പനി കൊടുത്തേക്കുന്ന 5% N മാർക്കറ്റിലും B മാർക്കറ്റിലും എത്തിച്ചു. അപ്പോൾ ഈ N മാർക്കറ്റിലും B മാർക്കറ്റിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇതെന്താണ്, BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ്. ഓക്കെ, അത് രണ്ടും നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, അത് രണ്ടും ഒരു മാർക്കറ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഈ 5% എന്ത് ചെയ്തു, ഇവിടെ അത് സ്പ്ലിറ്റ് ആയിട്ട് NSEയിലും അതേപോലെ തന്നെ BSEയിലും എത്തി. ഓക്കെ, ഇങ്ങനെ എത്തിയതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുക, നമുക്ക് ഇപ്പോഴും എന്താ പറയാ, ഈ 5% 60% മേടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഈ 12 ലക്ഷം കോടിയുടെ 5% എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഉണ്ടാകും. അപ്പോ അത് മേടിക്കാൻ നമുക്ക് സാധ്യതയല്ല, അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഒരു ബോക്സ്, ഇതാണ് നമ്മുടെ 5%. ഓക്കെ, ഇതാണ് നമ്മുടെ 5%. ഇത് എന്താണ് IPO വഴി നടക്കുമ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസസ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പരമാവധി സാച്ചുറേറ്റഡ് ആയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഏറ്റവും സാച്ചുറേറ്റഡ് ആക്കുകയാണ്. അങ്ങനെ സാച്ചുറേറ്റഡ് ആക്കി അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് എന്നെയും നിങ്ങളെയും പോലെ ആൾക്കാർക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആവുന്നു. അതിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഈ ഒരു വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആകുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ. ഈ 5% ഇപ്പോൾ എന്താ റിലയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2K 2000 രൂപയാണ് ഒരു സ്റ്റോക്ക് പ്രൈസ്, അല്ലെങ്കിൽ അതിന് മേലെ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പരമാവധി ആ ഒരു 5%നെ കട്ട് ചെയ്ത് സാച്ചുറേറ്റഡ് ആക്കി അതിലെ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ പല രീതിയിലും വിളിക്കുന്നുണ്ട്. ഷെയർ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇക്വിറ്റി എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ആയാലും ഷെയർ ആയാലും ഇക്വിറ്റി ആണെങ്കിലും ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. കമ്പനി കൊടുത്തേക്കുന്ന 5%നെ NSEയിലും BSEയിലും വരുമ്പോൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കുന്നു. ആ കുഞ്ഞു കുഞ്ഞു പീസസിൽ ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ അതിനെ പേര് വിളിക്കുന്നത് ഇക്വിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റോറിനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്, കമ്പനികൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ കമ്പനിയുടെ ഓണറാണ്, കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി ഇപ്പോഴത്തെ സൈഡിൽ, അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിലെ കഥയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, A എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, B എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു, B1 B2 ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവർ നടക്കുന്നത് N എന്ന് പറയുന്നത്, ഇത് വേണമെങ്കിൽ എന്താകാം, B മാർക്കറ്റും ആകാം. അപ്പോൾ ഇത് സിംപ്ലി വേറെ ഒന്നുമില്ല, ഇത് NSE എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം, അല്ലെങ്കിൽ BSE എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലും ആകാം. ഇപ്പൊ നമ്മൾ NSE മാത്രമാണ് സംസാരിക്കുന്നത്.
NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മീനിന്റെ കഥയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡീകോഡ് ചെയ്ത് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്, ആ കടൽ എന്ന് പറയുന്നതും അല്ലെങ്കിൽ കടലിൽ വരുന്നേക്കുന്ന ഇത്ര പെർസെന്റേജും എന്ത് സംഭവിച്ചു, അത് എന്താ പറയുക ഒരു കമ്പനിയായി മാറി. അതിപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി റിലയൻസിന്റെ എന്താ പറയുക ഇത്ര സ്റ്റോക്സ് പുറത്തേക്ക് വിട്ടു, അത് NSEയിലും BSEയിലും എത്തി. അപ്പോ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ആവശ്യം, റിലയൻസിന്റെ സ്റ്റോക്ക് ആണ് ആവശ്യം, റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്ക് ആണ് ആവശ്യം. അപ്പോ എ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് വിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അവിടെ ഡയറക്റ്റ് പോയി വാങ്ങാൻ പറ്റില്ല. ഒരിക്കലും ഒരു ഇൻവെസ്റ്ററിന് അല്ലെങ്കിൽ എന്താ പറയാ ഒരു റീറ്റെയിൽ ബയറിന് ഒരിക്കലും പോയിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഡയറക്റ്റ് ബൈ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് B1 എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നത്. അതാണ് നമ്മുടെ ബ്രോക്കർ. നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും അപ്സ്റ്റോക്സ്, സെറോദ അല്ലെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിംഗ്, അങ്ങനത്തെ ഓരോരോ ബ്രോക്കേഴ്സ് ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ബ്രോക്കറിന്റെ അക്കൗണ്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും നമുക്ക് അവിടെ. എന്താണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ റിലയൻസിന്റെ സ്റ്റോക്കിന്റെ ഇതെടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, ബൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാകും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഓക്കെ, പ്രൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എന്താണ് ഒരു എന്താ പറയുക ഒരു ആക്ച്വൽ പ്രൈസ് നമ്മൾ ആ ഒരു സമയത്ത് എത്രയിന് വേണം എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബൈ എന്ന് പറയുന്ന ബട്ടൺ നമ്മുടെ ബ്രോക്കറിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ബ്രോക്കർ വഴി എവിടെ എത്തും, നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തി. അപ്പുറത്തെ സൈഡിൽ എന്താണ് B എന്ന് പറയുന്ന ഒരു വ്യക്തി ഓൾറെഡി റിലയൻസിന്റെ സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരന് ഇതെന്ത് ചെയ്യണം, ഇത് സെല്ല് ചെയ്യണം. അപ്പോ ഇതെന്ത് ചെയ്തു, ഇവിടെ B2 എന്ന് പറയുന്ന വ്യക്തി അവിടെ എന്താണ് വരുന്നത്, ഇത് ബ്രോക്കറാണ്. ഓക്കെ, ഈ ബ്രോക്കറിന്റെ എന്താ പറയുക ഇന്റർഫേസ് ഓപ്പൺ ചെയ്തിട്ട് സെൽ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. ഓക്കെ, സെൽ എന്ന് പറയുന്ന റിലയൻസിന്റെ ഇന്റർഫേസ്, റിലയൻസിന്റെ ഐക്കൺ നിൽക്കുമ്പോൾ നമുക്ക് സെൽ എന്ന് പറയുന്നത് കാണാൻ പറ്റും. അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, B എന്ന് പറയുന്ന വ്യക്തി ക്ലിക്ക് ചെയ്യും. അപ്പോ ഈ ഇൻഫർമേഷനും എന്ത് ചെയ്യും, നമ്മുടെ NSEയിൽ എത്തി. അപ്പൊ അറ്റ് എ ടൈം ഇത് നടക്കുമ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കും. എന്താണ് സംഭവിച്ചത്, ഈ A എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് പുള്ളിക്കാരന്റെ കയ്യിൽ ഇരുന്നേച്ച പൈസ എങ്ങോട്ട് പോയി, ബിയുടെയിലേക്കും പോയി. അതേപോലെ തന്നെ ബിയുടെ കയ്യിൽ ഇരുന്നേച്ച റിലയൻസിന്റെ സ്റ്റോക്ക് ഇതെങ്ങോട്ട് വന്നു, ഇവിടെയും വന്നു. അപ്പോൾ നമ്മൾ ഏത് മാർക്കറ്റിന്റെ എന്താ പറയുക ഒരു പെർസ്പെക്റ്റീവ് എടുത്താലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ എടുത്താലും സെയിം തന്നെയാണ്. എവിടെ നടക്കുന്ന ഒരു ബൈയിങ്ങും സെല്ലിങ്ങും എവിടെ നടക്കുന്നോ അത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പൊ ഇവരുടെ എല്ലാത്തിന്റെയും പേര് നമ്മൾ പറഞ്ഞു. ഇതെന്താണ്, ഇവിടെ ആരാണ് ചെയ്യുന്നത്, ബൈ ആണ്. ഈ ഒരു A എന്ന് പറയുന്ന വ്യക്തി ബൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാളെ നമ്മൾ ബയ്യർ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇയാൾ എന്താണ്, സെല്ലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെല്ലർ. ഇവർ രണ്ടുപേരും ആരാണ്, ബ്രോക്കേഴ്സ് ആണ്. ഓക്കെ, ഈ ബ്രോക്കേഴ്സിന് എന്താണ് കിട്ടുന്നത്, കമ്മീഷൻ ആണ് കിട്ടുന്നത്. അതായത് ഇവർ തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഹാപ്പി ആകാൻ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. അത് നടക്കുന്നത് എവിടം വഴിയാണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിരിക്കും നടക്കുന്നത്. അല്ലാണ്ടും എക്സ്ചേഞ്ചസ് ഉണ്ട്, പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം.